ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. KSRTCയിൽ അർഹരായവർക്കെല്ലാം പ്രൊമോഷൻ നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ L2 ബ്ലോക്കും രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെക്നിക്കൽ തലം മുതൽ പ്രൊമോഷൻ നടപ്പിലാക്കുമെന്നും കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്ന വർഷം കൂടിയാണിതെന്നും ഇത് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന കാര്യമാണെന്നും എന്നാലും ഇതുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൊമോഷൻ നടപടികൾ 2 ദിവസത്തിനകം പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പം ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ തന്നിട്ടേ ഞാൻ ഇലക്ഷനിലേക്ക് പോകുള്ളൂ എന്ന് ജീവനക്കാർക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. മെക്കാനിക്കൽ വിഭാഗത്തിലും കണ്ടക്ടർ, ഡ്രൈവർ എല്ലാവരും ഒരു പ്രൊമോഷൻ്റെ സാധ്യതകൾ ഞാൻ തരും. അതിനുള്ള തീരുമാനം ഇന്ന് രാവിലെ മലപ്പുറത്ത് വെച്ച് ഞാൻ CMDക്ക് കൊടുത്തു കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അദ്ദേഹം അതിൻ്റെ ഉത്തരവ് പുറത്തിടിയിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചതിനൊക്കെ ആഗ്രഹമുണ്ട്, DA കൂട്ടി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങനെ മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ മാസമൊക്കെ ഏതാണ്ട് 134 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. അപ്പോൾ ശമ്പളം സർക്കാർ തരുന്ന പൈസ കൂടി ചേർത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ഭയങ്കരമാണ്, അതിന് പലിശ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് പല ചെലവുകളും വെട്ടി കുറയ്ക്കുന്നത്. ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. 4 നിലകളിലെയും സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി പ്രവൃത്തികൾ, ജീവനക്കാർക്കും യാത്രക്കാർക്കുമുള്ള വിവിധ സൗകര്യങ്ങൾ, 1ാം നിലയിലെ ടൈൽ പെയിന്റിംഗ് വർക്കുകൾ, പടിഞ്ഞാറ് വശത്തെ മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും നിർമ്മാണം, പേ പാർക്കിംഗ് സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം എന്നിവയാണ് 2ാം ഘട്ടത്തിൽ പൂർത്തീകരിക്കുക. ആദ്യഘട്ടത്തിൽ 7.9 കോടി രൂപ പ്ലാൻ ഫണ്ടും MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.15 കോടി രൂപയും വിനിയോഗിച്ച് നിലവിലെ കെട്ടിടം, ഓഫീസ്, ബസ് പാർക്കിംഗ് യാർഡ്, യാത്രക്കാർക്ക് ഇരിക്കാൻ AC ലോഞ്ച്, ശുചിമുറികൾ എന്നിവ 2025 ജൂൺ 27 നാടിന് സമർപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ, KSRTC ചെയർമാൻ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് റജുല പെലത്തുടി, നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് G. അനിൽ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഹാരി സാമിയൻ, വാർഡ് കൌൺസിലർ നജ്മ P, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. മുഹമ്മദ് ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് നന്ദി രേഖപ്പെടുത്തി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946 999976.